നമസ്കാരം. PK ആസ്ട്രോ ലൈവിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ പ്രസന്നകുമാർ. ഇന്നെൻ്റെ ഈ ചെറിയ വീഡിയോയിൽ മിഥുനം രാശിയിൽ ഉൾപ്പെട്ട തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ച ആൾക്കാരുടെ 2025 ഓഗസ്റ്റ് മാസം എങ്ങനെയായിരിക്കും എന്നൊന്ന് വിചിന്തനം ചെയ്യുകയാണ്. അപ്പോൾ ഈ തിരുവാതിര നാളിൻ്റെ ഫലം പറയുന്നതിന് തൊട്ട് മുമ്പ് പൊതുവായിട്ടുള്ള ഫലം നമുക്കൊന്ന് സൂചിപ്പിക്കാം. അപ്പോൾ എന്താണ് ഈ പൊതുവായിട്ടുള്ള ഫലമെന്ന് പറയുന്നത്? തിരുവാതിര നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം തിരുവാതിര എന്ന് പറയുന്നത് ശിവന്റെ നാളാണ്. അപ്പോൾ ഈ ശിവന്റെ നാള്, ദേവന്റെ നാളെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് വളരെ നന്നായിരിക്കും എന്നൊക്കെ ഒരു പ്രതീക്ഷ നമുക്കുണ്ട്, വിശ്വാസവുമുണ്ട്. ആ വിശ്വാസം അങ്ങനെ തന്നെ ഇരിക്കട്ടെ. തിരുവാതിര നക്ഷത്രത്തിന്റെ രാശ്യാധിപൻ എന്ന് പറയുന്നത് ബുധനാണ്. കാരണം ഇത് മിഥുനം രാശിയാണ്. അപ്പോൾ മിഥുനം രാശിയിൽ ഉൾപ്പെട്ട തിരുവാതിര നക്ഷത്രം എന്ന് പറയുമ്പോൾ മിഥുനം രാശിയുടെ അധിപൻ എന്ന് പറയുന്ന ബുധനും തിരുവാതിര നക്ഷത്രത്തിന്റെ അധിപൻ എന്ന് പറയുന്നത് രാഹുവുമാണ്. അപ്പോൾ ഇവർ സ്വാഭാവികമായിട്ട് രാഹുവിലാണ് ജനനം. അപ്പോൾ രാഹു ദശയിൽ ഇവർ ജനിക്കുന്നു. രാഹു എന്ന് പറയുമ്പോഴത്തേക്ക് 18 വർഷമാണ് നമുക്കറിയാം. അപ്പോൾ 18 വർഷക്കാലം രാഹു ഉണ്ട്. ആ രാഹു ദശയിൽ ജനിക്കുന്ന തിരുവാതിര നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ 6 വർഷം എന്ന് പറയുന്നത് ഇവർക്ക് ഒരുപാട് ബാലാരിഷ്ടത ഉള്ളൊരു സമയമാണ്. അപ്പോൾ ഈ ആദ്യത്തെ 6 വർഷം എന്ന് പറയുമ്പോൾ ബാലാരിഷ്ടത എന്ന് പറയുമ്പോൾ നമുക്കറിയാം അല്ലേ, ഒരുപാട് അസുഖങ്ങളൊക്കെ വരികയും ഒരുപാട് ശാരീരികമായ അസ്വാസ്ഥ്യങ്ങളൊക്കെ വരുന്നൊരു സമയമാണ്. അപ്പോൾ കൊച്ചുകുട്ടികളായതുകൊണ്ട് നമ്മളതിനെ ബാലാരിഷ്ടത എന്ന് പറഞ്ഞ് മാറ്റിവെക്കുകയാണ് പതിവെന്ന് പറയുന്നത്. എന്നാൽ പൊതുവേ ഇവരെ സംബന്ധിച്ചിടത്തോളം ശിരസ്സിന് ആയി ബന്ധപ്പെട്ട ചില അസുഖങ്ങളാണ് കൂടുതലായിട്ടും ഇങ്ങനെയുള്ള ഈ നക്ഷത്രക്കാർക്കൊക്കെ വരുന്നത്. ഈ 6 വർഷം കൊണ്ട് ആ ബാലാരിഷ്ടത തീരുന്ന സമയത്ത് ഇവരുടെ ഈ അസുഖങ്ങളൊക്കെ ചിലപ്പോൾ തീർന്നിരിക്കാം. പക്ഷെ എങ്കിൽ പോലും ഇവരുടെ ജീവിതകാലം മൊത്തവും അതുമായി ബന്ധപ്പെട്ട് ചെറിയ ചെറിയ ഒരു വിഷമങ്ങളൊക്കെ ഉണ്ടായി മനസ്സിനെ അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടേയിരിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് ബാക്കിയുള്ള 12 വർഷം, ആ 12 വർഷം എന്ന് പറയുന്ന ഇവരെ സംബന്ധിച്ചിടത്തോളം നല്ല ദശയാണ്. വേറെ കുഴപ്പങ്ങളും പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തൊരു കേസാണ്. എന്നാൽ 26 വയസ്സ് വരെ ഇവരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഒരുപാട് പരിവർത്തനങ്ങൾ സംഭവിക്കുന്ന സമയമാണ്. നമുക്കറിയാം ഇവർ പൊതുവെ വിദ്യാഭ്യാസം ഉള്ളവരായിരിക്കും. ഇവർക്ക് കുറേ ജ്ഞാന സമ്പാദനം, അതുപോലെ അറിവൊക്കെ സമ്പാദിക്കാനുള്ള താല്പര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ ഇവർക്ക് കുറേ പുരാണങ്ങളിലൊക്കെ വലിയ താല്പര്യവും പാണ്ഡിത്യമൊക്കെ ഉള്ള ആൾക്കാരാവാനുള്ള താല്പര്യമൊക്കെ ഉള്ളവരാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ആവുന്നത് കൊണ്ട് തന്നെ ഇവർക്ക് സർക്കാർ ജോലി എന്ന് പറയുന്നത് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഈ 26 വയസ്സിന് മുമ്പ് ഇവർക്ക് ചിലപ്പോൾ സർവീസിലൊക്കെ കയറാനുള്ളൊരു ഭാഗ്യവും അതുപോലെ തന്നെ നന്മയൊക്കെ കിട്ടുന്ന ഒരു സമയമാണെന്ന് പറയുന്നത്. എന്നാൽ 27 വയസ്സിന് ശേഷം 45 വയസ്സ് വരെയുള്ള കാലഘട്ടം എന്ന് പറയുന്നത് പൊതുവെ ഇവർക്ക് അല്പം ബുദ്ധിമുട്ടുള്ളൊരു സമയമാണ്. സാമ്പത്തികമായിട്ടുള്ള ക്ലേശങ്ങൾ, അതുപോലെ ഗ്രഹത്തിൽ ചില പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ, അവരുടെയൊക്കെ വേർപാടുകൾ, അതുപോലെ തന്നെ പിതാവിന് ചെറിയ ദോഷങ്ങൾ, പിതാവിൻ്റെ സാമ്പത്തികമായിട്ടുള്ള ചില അടിത്തറയില്ലായ്മ, അപ്പോൾ ഇതൊക്കെ ഇവരെ വേദനിപ്പിക്കുകയും അതോടൊപ്പം തന്നെ ഇവരെ അലോസരപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു സമയമാണതെന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ തിരുവാതിര നക്ഷത്രക്കാർക്ക് വിവാഹം എന്ന് പറയുന്ന അല്പം താമസിക്കാനുള്ള സാധ്യതയുണ്ട്. മിക്കവാറും കേസുകളിലൊക്കെ അല്പം താമസിച്ചാണ് ഇവരെ വിവാഹം നടക്കുന്നതെങ്കിൽ പോലും വിവാഹ പങ്കാളി എന്ന് പറയുന്നത് വലിയ കുഴപ്പമില്ലാത്ത ആളായിരിക്കും. മാത്രവുമല്ല ദാമ്പത്യ ജീവിതം എന്ന് പറയുന്നത് വളരെ സന്തോഷപ്രദമായിരിക്കും. ഇവരെ സംബന്ധിച്ചിടത്തോളം പൊതുവെ ഇവർ വളരെ ശാന്തശീലരായി തോന്നുകയും അതുപോലെ തന്നെ ഇവർക്ക് പ്രായോഗിക ബുദ്ധിയും അതുപോലെ തന്നെ സത്യസന്ധതയും അതുപോലെ തന്നെ സൗഹാർദ്ദമായിട്ടുള്ള ആത്മാർത്ഥതയൊക്കെ ഇവർക്ക് വളരെ കൂടുതലായിരിക്കും. ഇവരാരെങ്കിലുമൊക്കെ സ്നേഹിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ സുഹൃത്തുക്കളെയൊക്കെ അവർ സമ്പാദിച്ചു കഴിഞ്ഞാൽ അവരോടൊക്കെ വളരെ ആത്മാർത്ഥമായിട്ടായിരിക്കും പെരുമാറുന്നത്. എന്നാൽ ഇവർക്കൊരു പ്രശ്നമുണ്ട്. ചെറുതായിട്ട് എന്തെങ്കിലും ഒരു വിഷയം കിട്ടിയാൽ മതി ഇവർ ക്ഷിപ്രകോപികളായി മാറും. മാത്രവുമല്ല ഇവരുടെ വാക്കുകളും അതുപോലെ പ്രവൃത്തിയും തങ്ങൾ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരുമ്പം അതിൽ നിന്നുണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ കൊണ്ട് ഇവർക്ക് മാനസികമായിട്ട് സമ്മർദ്ദങ്ങൾ ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് മിക്കവാറും ഇവരെ സംബന്ധിച്ചിടത്തോളം വൈകാരികത കൂടുതലായതുകൊണ്ട്, ഈ വൈകാരികമായ പ്രശ്നം കൂടുതലുള്ളത് കൊണ്ട് ഇവർക്ക് മാനസികമായിട്ട് ചിലപ്പോഴൊക്കെ സമ്മർദ്ദങ്ങൾ കൂടുതലായിരിക്കും എന്നതാണ് ഇവരുടെ ഒരു പ്രത്യേകത എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ഓഗസ്റ്റ് മാസം 2025 എങ്ങനെ ആയിരിക്കുമെന്ന് നമുക്കൊന്ന് വിചിന്തനം ചെയ്യാം. ഇവിടെ ഗ്രഹനില നമ്മളൊന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ ഇവരെ ജന്മത്താണ് ശുക്രനും ഗുരുവും യോഗം ചെയ്ത് നിൽക്കുന്നത്. രവിയും ബുധനും 2-ൽ നിൽപ്പുണ്ട്. 3-ൽ കേതുവും 4-ൽ ചൊവ്വയുമാണ്. രാഹു എന്ന് പറയുന്നത് അവരുടെ ഭാഗ്യസ്ഥാനമായ 9-ലാണ്, ശനി 10-ലുമാണ്. അപ്പോൾ പ്രധാന ഗ്രഹങ്ങളുടെ നിൽപ്പ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. പക്ഷേ എങ്കിലും ഈ ഗ്രഹനിലയിൽ ഇവരുടെ ഗ്രഹങ്ങൾ നിൽക്കുന്നത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് ശരിക്കും ശുക്രന്റെ ഒരു അനുകൂലമായ സ്ഥിതിയും
ബാക്കിയുള്ള ഗ്രഹങ്ങൾ ശരിക്കും ഗുണം ചെയ്യാത്ത ഒരു സ്ഥിതിയിലുമാണ് നിൽക്കുന്നത്. രവി ചിങ്ങത്തിൽ 17-ന് രവി ചിങ്ങത്തിലേക്കും 21-ന് ശുക്രൻ കർക്കിടകത്തിലേക്കും 30-ന് ബുധൻ ചിങ്ങത്തിലേക്കും മാറുന്നുണ്ട്. അപ്പോൾ അതാ മാറ്റത്തിൻ്റെതായ ചില പ്രത്യേകതകളൊക്കെ ഇവർക്ക് കിട്ടുന്നുണ്ട്. എങ്കിലും നമുക്ക് ഈ ഗ്രഹങ്ങളുടെ നിലയനുസരിച്ച് നമുക്കൊന്ന് ശരിക്കും ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ജന്മത്തിൽ നിൽക്കുന്ന ശുക്രനും ഗുരുവും യോഗം ചെയ്ത് നിൽക്കുന്നു. അപ്പോൾ രണ്ടും ശുഭഗ്രഹങ്ങളാണ്. അപ്പോൾ ഇതിൽ ഈ ഗുരു എന്ന് പറയുന്ന വ്യാഴം എന്ന് പറയുന്നത് ജന്മത്തിൽ നിന്നാൽ ആ ജന്മത്തിൽ നിൽക്കുന്നത് കൊണ്ട് വ്യാഴം നമുക്ക് സാമ്പത്തികമായി ചില നേട്ടങ്ങൾ ഉണ്ടാക്കുമെങ്കിൽ പോലും അത് പൂർണ്ണമായും അതിൻ്റെ ഗുണം ലഭിക്കണമെന്നില്ല. മാത്രമല്ല ഈശ്വരാധീനം കുറഞ്ഞു നിൽക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ സമയം എന്ന് പറയുന്നത്. അപ്പോൾ വ്യാഴത്തിൻ്റെ ജന്മത്തെ നിൽപ്പ് എന്ന് പറയുന്നത് ധനപരമായിട്ടുള്ള ചെറിയ ഗുണങ്ങളൊക്കെ കിട്ടുമെങ്കിൽ പോലും സ്വാഭാവികമായിട്ട് അതിൻ്റെ പൂർണ്ണത നമുക്ക് കൈവരിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിൻ്റേതായ ചില കുറവുകളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ശുക്രൻ ജന്മത്തിൽ നിൽക്കുന്നത് വളരെ നല്ലതാണ്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശുക്രൻ ജന്മത്തിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ കലാകായിക രംഗങ്ങളിലൊക്കെ വളരെ കൂടുതൽ ശോഭിക്കാൻ പറ്റും. അതുപോലെ തന്നെ ആധ്യാത്മിക രംഗത്തൊക്കെ അവർക്ക് വളരെയേറെ ശോഭിക്കാൻ പറ്റുന്ന സംഭവമാണ്. സിനിമാ മേഖലയിലും കലാപ്രവർത്തനങ്ങളൊക്കെ ഉപജീവനമായി മാറ്റിക്കൊണ്ടു പോകുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് കീർത്തിയും പ്രശസ്തിയൊക്കെ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ശുക്രനെ കൊണ്ട് നമുക്ക് നല്ല ഗുണങ്ങളാണ് പ്രതീക്ഷിക്കാവുന്നത് ഈ തിരുവാതിര നക്ഷത്രത്തിന്. അപ്പോൾ അതുകൊണ്ട് ഗുരുവും ശുക്രനും യോഗം ചെയ്ത് നിൽക്കുന്നത് കൊണ്ട് നമുക്ക് ചില ദോഷങ്ങളിലൊക്കെ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരുത്തി നമുക്ക് ജീവിതം അങ്ങനെ ഭംഗിയായിട്ട് കൊണ്ടുപോകാൻ കഴിയും. അപ്പോൾ അതാണ് ജന്മത്തിൽ നിൽക്കുന്ന ശുക്രനും അതുകൊണ്ട് ഗുരു എന്ന് പറയുന്നത്. ഇനി രണ്ടിൽ നിൽക്കുന്ന ബുധനും രവിയാണ്. ബുധനും രവി എന്ന് പറയുമ്പോൾ രവി നമുക്കറിയാം ഒരു പാപഗ്രഹമാണ്, സൂര്യൻ എന്ന് പറയുമ്പോഴത്തേക്ക്. അപ്പോൾ അതുകൊണ്ട് ബുധൻ്റേതായ പൂർണ്ണമായ ഗുണം നമുക്ക് കിട്ടണമെന്നില്ല. അപ്പോൾ അതും നമുക്ക് അപ്രതീക്ഷിതമായിട്ട് ചില തടസ്സങ്ങളും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഈ വാക്ക് ഒക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ട ചില സന്ദർഭങ്ങളാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം. അങ്ങനെയാണ് രണ്ടിൽ നിൽക്കുന്ന രവിയും ബുധനും. പിന്നെ നമുക്ക് ചൊവ്വയുടെ നിൽപ്പാണ്. ചൊവ്വ 4-ലാണ് നിൽക്കുന്നത്. 4 എന്ന് പറയുന്ന സുഖസ്ഥാനമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ചൊവ്വയെ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഗുണം തിരുവാതിര നക്ഷത്രക്കാരെ കിട്ടണമെന്ന് നിർബന്ധമില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ചൊവ്വയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ 4 നിൽക്കുന്ന ചൊവ്വയെ സംബന്ധിച്ചിടത്തോളം ശത്രുസ്ഥാനത്തായിട്ടാണ് നിൽക്കുന്നതായിട്ടാണ് നമുക്കിപ്പം അത് തോന്നുക. കാരണം വീട് വിട്ടു നിൽക്കുക, അതുപോലെ തന്നെ ചില കേസുകൾ ഉണ്ടാവുക, ജോലി ഗുണകരമായി കിട്ടുമെങ്കിൽ പോലും അത് ചില തടസ്സങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവുക. ഈ വീട് വിട്ട് നമ്മൾ തൊഴിൽ പോകുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് പുറം നാടുകളിൽ പോയി ജോലി ചെയ്യാനുള്ളൊരു സാധ്യത ഏറി വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ജോലിയിൽ മെച്ചമുണ്ട് എങ്കിൽ പോലും ചെറുതായിട്ട് നമ്മൾ വീട്ടിൽ നിന്നൊക്കെ വിട്ടു നിൽക്കേണ്ട ചില അവസ്ഥകൾ, ഇപ്പോൾ ജോലിയിൽ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ വാക്കുതർക്കങ്ങൾ കൊണ്ട് ചെറിയ ലീഗൽ പ്രശ്നങ്ങൾ, അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ എന്നാലും ശരി എന്നാൽ ചൊവ്വയെ കൊണ്ട് ഭയങ്കരമായ പ്രതിസന്ധികൾ ഉണ്ടാക്കാനുള്ള സാധ്യത കുറവാണ്. പിന്നെ നമുക്കറിയേണ്ടത് രാഹുവാണ്. രാഹു നിൽക്കുന്ന നമ്മളെ ഭാഗ്യസ്ഥാനമായ 9-ലാണ്. അപ്പോൾ ഈ 9 എന്ന് പറയുന്നത് ഭാഗ്യസ്ഥാനത്ത് ശുഭഗ്രഹങ്ങളാക്കി നിൽക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ഗുണങ്ങൾ ഉണ്ടാവേണ്ടതാണ്. പക്ഷേ രാഹുവിനെ സംബന്ധിച്ച് നമുക്കറിയാം, രാഹു ഒരു ചെറിയ പ്രശ്നമുള്ള ഒരു ഗ്രഹമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്ന 9-ൽ നിൽക്കുന്ന രാഹുവിനെ കൊണ്ട് ചെറിയ തടസ്സങ്ങളും ചില പ്രശ്നങ്ങളും ചില വിഷമങ്ങളും ചില മാനസിക സമ്മർദ്ദങ്ങളും ഒക്കെ നമുക്കുണ്ടാവും. ഭാഗ്യത്തിന് തടസ്സം നിൽക്കുകയാണ്. അപ്പോൾ ഭാഗ്യത്തിൽ ചെറിയ തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അങ്ങനെ 9-ൽ നിൽക്കുന്ന രാഹു നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ഗുണം ചെയ്യുന്ന ഒരു അവസ്ഥയിലല്ല. 10-ാം ഇടത്തിൽ നിൽക്കുന്ന ശനി എന്ന് പറയുന്നത് നമുക്കറിയാം കർമ്മരംഗമാണ്. കർമ്മഭാവത്തിലാണ് അത് നിൽക്കേണ്ടത്. കർമ്മഭാവത്തിൽ 10-ാം ഇടത്തിൽ നിൽക്കുന്ന ശനിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഈ തിരുവാതിര അല്ലെങ്കിൽ മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കണ്ടകശനിയാണ് നമുക്കറിയാമല്ലോ. അപ്പോൾ ഈ കണ്ടകശനി എന്ന് പറയുമ്പോഴത്തേക്ക് ശനി ദോഷങ്ങളിൽ വെച്ച് അല്പം ബുദ്ധിമുട്ടുള്ള ഒരവസ്ഥയാണ്. അപ്പോൾ കണ്ടകശനി എന്ന് പറയുമ്പോഴത്തേക്ക് ശരിക്കും നമുക്ക് കുറേയേറെ പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സാമ്പത്തിക നഷ്ടം, കീർത്തിദോഷം, പേരുദോഷം, അതുപോലെ തന്നെ മാനസിക സമ്മർദ്ദങ്ങൾ, അതുപോലെ തന്നെ വിദ്യാഭ്യാസത്തിലായാലും ശരി എല്ലാത്തിലും ഒരു തടസ്സങ്ങൾ, മന്ദത, അലസത, തൊഴിൽ രംഗത്ത് ചില പ്രശ്നങ്ങളൊക്കെ ഉടലെടുക്കുക, മേലധികാരികളിൽ നിന്ന് നമുക്ക് ചില ബുദ്ധിമുട്ടുകളൊക്കെ നേരിടേണ്ടി വരിക. അപ്പോൾ അതോടൊപ്പം തന്നെ ഗവൺമെൻറ് ഓഫീസിലൊക്കെ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. അവർ ചതിയിൽപ്പെടാനും വഞ്ചനയിൽപ്പെടാനൊക്കെ ഉള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചില ചെറിയ പ്രശ്നങ്ങളൊക്കെ ഈ കണ്ടകശനി കൊണ്ട്, ചെറിയ പ്രശ്നമല്ല, നമുക്ക് ശനി എന്ന് പറയുമ്പോൾ അതൊരു ദോഷം തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പൊതുവേ നമ്മൾ നോക്കുമ്പം ഈ തിരുവാതിര നക്ഷത്രത്തെ സംബന്ധിച്ചിടത്തോളം നല്ല ഗ്രഹങ്ങളൊക്കെ നമുക്ക് ശുക്രനും ഗുരു ഒഴിച്ച് ബാക്കിയുള്ളതെല്ലാം അത്ര നല്ല സ്ഥാനങ്ങളിലല്ല നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് ഗുണദോഷ സമ്മിശ്രമായ മാസമാണെങ്കിലും ആധിക്യം ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല.
അപ്പോൾ അങ്ങനെ ഒരു ഗ്രഹനിലയിലാണ് നമ്മൾ നിൽക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പം നമ്മൾ കൂടുതലും ഈ ഫലം പറഞ്ഞപ്പോഴത്തേക്ക് കുറേ നെഗറ്റീവ് ഫലങ്ങൾ പറഞ്ഞു എന്ന് നിങ്ങൾക്ക് തോന്നാം. പക്ഷേ ഗ്രഹത്തിൻ്റെ ആ സഞ്ചാരമനുസരിച്ച്, ഗ്രഹത്തിൻ്റെ നിൽപ്പനുസരിച്ചാണ് നമ്മൾ സത്യസന്ധമായിട്ട് ആ കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുന്നത്. അല്ലാതെ നിങ്ങളൊരു 24 മണിക്കൂർ കൊണ്ട് കോടീശ്വരഭാഗ്യം, രാജയോഗം എന്നൊക്കെ നമ്മൾ പറഞ്ഞ് അനാവശ്യമായി നമ്മൾ അങ്ങനെ ഒരു പ്രതീക്ഷകൾ കൊടുക്കേണ്ട ആവശ്യമില്ല. ജ്യോതിഷം എന്ന് പറയുന്നത് നമുക്ക് കരുത്താർജിക്കാനുള്ളൊരു സംഭവമാണ്. അപ്പം നമുക്ക് ഇങ്ങനെയൊക്കെ വരാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. അപ്പം അതിനെ മുൻകൂട്ടി നമ്മൾ കണ്ടുകൊണ്ട് അതിന് പരിഹാരങ്ങൾ ചെയ്ത ആ ദോഷമൊക്കെ ഒന്ന് കുറച്ച് ജീവിതത്തെ കുറച്ചുകൂടെ ദൃഢപ്പെടുത്തുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഈ ജ്യോതിഷം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ദോഷങ്ങളൊക്കെ ഒന്ന് ലഘൂകരിച്ച് ജീവിതം ഒന്ന് നല്ലതുപോലെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമുക്ക് പരിഹാര മാർഗങ്ങളുണ്ട്. മഹാവിഷ്ണുവിന് പൂജകൾ നടത്തുക, ദുർഗാദേവിയെ ഭജിക്കുക എന്നുള്ളതാണ് ഇതിന് പരിഹാരം എന്ന് പറയുന്നത്. അപ്പം ദുർഗാദേവി ക്ഷേത്രത്തിൽ നമ്മൾ ദർശനം നടത്തുക, പൂജകളൊക്കെ നടത്തി ആ ദോഷ പരിഹാരങ്ങളൊക്കെ കണ്ടെത്തി നമുക്ക് അതൊന്ന് ലഘൂകരിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇതാണ് നമുക്ക് തിരുവാതിര നക്ഷത്രവുമായി ബന്ധപ്പെട്ട